9 കൊല്ലമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വോളിബോൾ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. വിശാലമായ ആകാശമേൽക്കൂര, 8 കൊല്ലം പഴക്കമുള്ള പുതുപുത്തൻ തുരുമ്പെടുത്ത തൂണുകൾ, പുല്ലുകൾ തഴച്ചു വളരുന്ന ക്ലേക്കോട്ട്. ഇത് ഒളിമ്പ്യൻ PR ശ്രീജേഷിന്റെ പേരിൽ പ്രഖ്യാപിച്ച ഇൻഡോർ വോളിബോൾ സ്റ്റേഡിയം. ⁻2014 ഏഷ്യൻ ഗെയിംസ് ജയിച്ചുവന്ന PR ശ്രീജേഷിന് കുന്നത്ത് നാട്ടിലൊരുക്കിയ സ്വീകരണമാണ് വേദി. പ്രഖ്യാപന സർവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വക. പഞ്ചായത്ത്, MLA ഫണ്ട്, കൊച്ചി BPCL ഫണ്ട് എന്നിവ ഉപയോഗിച്ച് പണി പൂർത്തിയാക്കാൻ പദ്ധതി. സർക്കാർ മാറി, പഞ്ചായത്ത് ഭരണസമിതി മാറി, MLA മാറി. ബ്ലോക്ക് കളിയുടെ റാലിയായി സ്റ്റേഡിയം നിർമ്മാണം ഈ വഴിയായി. പഞ്ചായത്ത് അനുവദിച്ചിരുന്ന ഫണ്ട് വകമാറ്റി മറ്റു തരത്തിൽ ഉപയോഗിക്കുകയും അന്നത്തെ MLA കൊടുക്കാമെന്ന് പറഞ്ഞ ഫണ്ട് കൊടുക്കാതിരിക്കുകയും ചെയ്തതാണ് സത്യത്തിൽ സ്റ്റേഡിയത്തിൻ്റെ പണി നീണ്ടുപോകാനുള്ള ഒരു കാരണം. BPCLുമായി സംസാരിച്ച് ആ ഫണ്ട് റിലീസ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. അതിനുശേഷം കഴിഞ്ഞ ഫെബ്രുവരിയിൽ MLA എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ നടത്തിയ കുന്നത്താട് വെച്ച് നടത്തിയ അദാലത്തിൽ 25 ലക്ഷം രൂപ ഉടനെ അനുവദിക്കുകയും പഞ്ചായത്ത് ഭരണസമിതി എടുത്ത നിർഭാഗ്യകരമായിട്ടുള്ളൊരു തീരുമാനം MLA ഫണ്ട് വാങ്ങിക്കരുത് എന്നുള്ളൊരു തീരുമാനം അവരെടുക്കുകയുണ്ടായത്. പൊതുജനങ്ങളും കായിക പ്രേമികളും എല്ലാം പഞ്ചായത്തിനെതിരെ വലിയ രോഷം ഉണ്ടായതിന് ശേഷമാണ് ഇപ്പോൾ ഭരണസമിതി MLA ഫണ്ട് സ്വീകരിക്കാമെന്ന് നിലപാടെടുത്തിട്ടുണ്ട്. ഈ നിർമ്മാണ കളിയുടെ കാണികൾ ഇവരൊക്കെയാണ്. നാടിന് വളരെ ആവശ്യമാണ് കളിക്കളം. ഇപ്പോൾ കായിക തൽപരരായ ഒരുപാട് കുട്ടികളുണ്ട്. മതിയായ അവസരം കിട്ടാത്തത് കാരണം അവർക്കത് വിനിയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. പലരും ഇവിടെ നിന്ന് പറയുമ്പോൾ അത് ആ സ്റ്റേഡിയത്തെ പറ്റി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതെന്താ അങ്ങനെ കിടക്കുന്നത്, ഇതെന്താ അങ്ങനെ കിടക്കുന്നത് എന്നോട് ചോദിക്കാറുണ്ട്. 2020 ഭരണം കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ വർക്കുമില്ല, ഒന്നുമില്ല, അങ്ങനെ തന്നെ ശ്രമിച്ചിരിക്കുക. സമ്പന്ന വർക്കൊക്കെ ആരെ സമീപിച്ചാലും കുഴപ്പമില്ല. ഇനി ആരുടെ കാലടി ഇവിടെ പതിഞ്ഞാലും കുഴപ്പമില്ല. ആദിശങ്കരൻ്റെ ആയിക്കോട്ടെ, ഇനി സർക്കാരിൻ്റെ ആയിക്കോട്ടെ, മന്ത്രിയുടെ ആയിക്കോട്ടെ, എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കണമെന്നാണ്. ഒരു മികച്ച സ്മാഷിലൂടെ ഈ കളി പൂർത്തിയാക്കേണ്ടത് പഞ്ചായത്താണ്. അവരെ ബന്ധപ്പെട്ടപ്പോൾ ഉടൻ പൂർത്തിയാക്കുമെന്ന മറുപടി മാത്രം. തടസ്സമെന്തെന്ന് പറയുന്നുമില്ല. നമ്മുടെ മികച്ച പല കായിക താരങ്ങളും കേരളത്തിലെ കളം വിടുകയാണത്രേ. ഇത്ര വേഗത്തിലാണ് ഇങ്ങനെ കളമൊരുക്കുന്നതെങ്കിൽ ആരാണ് കേരളം വിടാത്തത്? ഈ നാടും ഈ ഗ്രൗണ്ടും ഒരു കളിയാരവം പ്രതീക്ഷിക്കുന്നുണ്ട്. ഉടൻ അത് സാധ്യമാകുമെന്ന് തന്നെയാണ് ഇവരുടെ ആഗ്രഹവും. കൊച്ചിയിൽ നിന്നും മനോജ് മാടശ്ശേരിക്കൊപ്പം ശ്യാമിലി ശശിധരൻ, മാതൃഭൂമി ന്യൂസ്.